ട്രെയിനുകൾക്ക് നേരെ കല്ലേറ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർശന നടപടിക്കൊരുങ്ങി പാലക്കാട് റെയിൽവേ ഡിവിഷൻ. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുന്ന സാഹചര്യത്തിലും ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണം ശക്തമാക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. ട്രെയിനിന് നേരെ കല്ലെറിയുക, റെയിൽപാളത്തിൽ ഇരുമ്പും കല്ലുമൊക്കെ വെച്ച് ട്രെയിൻ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുക എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾക്ക് നേരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് റെയിൽവേ. 2022 ട്രെയിനിന് നേരെ 5 കല്ലേറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഓരോ വർഷവും അത് കൂടി വന്ന് ഈ വർഷം കഴിയുന്നതിന് മുൻപേ തന്നെ 17 കേസുകളായി ഉയർന്നു കഴിഞ്ഞു. ഈ 4 വർഷങ്ങളിൽ ഇത്തരം കേസുകളിൽ 26 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ പ്രായപൂർത്തിയാവാത്ത 6 കുട്ടികൾ ഉൾപ്പെട്ടത് ഗൗരവത്തോടെയാണ് റെയിൽവേ കാണുന്നത്. ട്രെയിൻ പാളത്തിൽ വസ്തുക്കൾ വെച്ച് ട്രെയിൻ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ച കേസുകളുടെ എണ്ണവും ഉയരുകയാണ്. കഴിഞ്ഞ വർഷം ഇത്തരം കേസുകൾ 6 ആയിരുന്നുവെങ്കിൽ ഈ വർഷം തീരും മുമ്പേ ഇത് എണ്ണം 9 ഉയർന്നു. ഇതിലും 3 കുട്ടികൾ പ്രതികളാണ്. റെയിൽവേ ആക്ട് അനുസരിച്ച് വലിയ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ട്രെയിനിന് നേരെയുള്ള കല്ലെറിയിലും പാളത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി അപകടത്തിന് കാരണമാവുന്നതും. ജീവപര്യന്തം മുതൽ ഏറ്റവും കൂടിയ കേസിന് വധശിക്ഷ വരെ നിയമം പറയുന്നുണ്ട്. ആദ്യഘട്ടമെന്ന നിലയിൽ വ്യാപക ബോധവൽക്കരണത്തിനാണ് പാലക്കാട് ഡിവിഷൻ റെയിൽവേ വിഭാഗം ശ്രമിക്കുന്നത്. ആരെയും ശിക്ഷിക്കലല്ല, പ്രത്യാഘാതം ഇത്തരക്കാരെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ പറഞ്ഞു. All punishments are there, but we are not here to enforce law in all cases. We are looking for more awareness programs and more proactive measures to be taken as a team, as a nation building, and as our state, as far as our state is concerned. ട്രെയിനിന് നേരെ ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്ന 26 സ്ഥലങ്ങൾ റെയിൽവേ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ക്യാമറ സ്ഥാപിക്കൽ ഉൾപ്പെടെ നടപടികളും തുടങ്ങിയിട്ടുണ്ട്. RPF വഴി വ്യാപക ബോധവൽക്കരണമാണ് നടത്തുന്നത്. 508 ക്യാമ്പുകൾ ഇങ്ങനെ സംഘടിപ്പിച്ചു. സാമൂഹ്യദ്രോഹ പ്രവർത്തികളിൽ നിന്നും ആളുകൾ വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെടുന്ന റെയിൽവേ ഇത്തരം പ്രവർത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യാനും ജനങ്ങളിൽ ബോധവത്കരണം നടത്താനും ഓരോ വ്യക്തികളോടും അഭ്യർത്ഥിക്കുകയാണ്. ആരെയെങ്കിലും ശിക്ഷിക്കുകയല്ല റെയിൽവേയുടെ ലക്ഷ്യം, പകരം സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുകയാണ്. എന്നിട്ടും അക്രമം തുടരുന്നവരെ ശക്തമായി നേരിടാൻ തന്നെയാണ് തീരുമാനം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ.